എമ്പുരാനേ എമ്പുരാനേ യോ രോമാഞ്ചം. എൻ്റെ മക്കളെ എന്നാ പൃഥ്വിരാജ് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു ഇൻ്റർനാഷണൽ മൂവിയൊക്കെ കണ്ടിറങ്ങിയ ഫീലാണ്. മലയാളം പടമൊക്കെയാണോ ഇതെന്നൊക്കെ തോന്നും. ഇൻ്റർനാഷണൽ മൂവി ഒരു മലയാളം ലാംഗ്വേജിൽ ഇറക്കിയാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ് ഈ മൂവി വന്നേക്കുന്നത്. എൻ്റെയൊക്കെ ഓരോ സീൻസൊക്കെ കാണാം. ആ ഫിലിം മേക്കിംഗാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. പിന്നെ മ്യൂസിക്, ഡയറക്ഷൻ, റൈറ്റർ മുരളി ഗോപി, ഒന്നും പറയാനില്ല. പിന്നെ എങ്ങനെയാണ് ഈ മൂവി ലെവലിലേക്ക് എത്താതിരിക്കുക? പിന്നെ ലൂസിഫറും എമ്പുരാനും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇതിലേതാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊരു ആൻസർ പറയാനുണ്ട്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് കാണുകയായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളൊരു ചോറുണ്ണുവാണെങ്കിൽ ചോറിൻ്റെ കൂടെ എരിശ്ശേരി കൂട്ടി കഴിക്കണോ പുളിശ്ശേരി കൂട്ടി കഴിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ്. രണ്ടും രണ്ട് ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ഈ മൂവിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി പോർട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്. ഓരോ മതത്തിനും രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കേണ്ട രീതിയിൽ നല്ല ഊക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൂവിയിൽ ലാലേട്ടൻ്റെ കണ്ണുകൾ കൊണ്ടുള്ള എക്സ്പ്രഷൻസൊക്കെ ഈ ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ലാലേട്ടനെ ഞാൻ ഇത്രയും സ്റ്റൈലിഷായിട്ട് കണ്ടിരിക്കുന്നത് സാഗർ ഇലിയാസ് ജാക്കിലായിരിക്കും. ഈ ഒരു മൂവിയിൽ ലാലേട്ടൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് കാണാം. തീപ്പൊരി ആയിട്ടാണ്. ഫസ്റ്റ് 15 മിനിറ്റ്സിന് ശേഷം വരുന്ന ഒരു എൻട്രി ഉണ്ട് മോനെ. മൂവി എന്താണെങ്കിലും 300 കോടി അടിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം, ഡയറക്ഷൻ, മേക്കിംഗ്, ക്യാരക്ടേഴ്സ് എല്ലാം എക്സലൻ്റ് ആയിട്ടുണ്ട്. L2 ലെവലെടുത്ത് വെച്ചാൽ L3 ഏത് ലെവലിലേക്ക് പോകുമെന്ന് എനിക്കിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ പൃഥ്വിരാജുള്ള ഡയറക്ഷൻ വരിക, അപ്പം പിന്നെ പറയാനുണ്ടാവില്ല. അപ്പം മൂവി കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് അഭിപ്രായം ഒന്ന് പറയാം കേട്ടോ.